ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു മൈ ഷോറിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ഫാൻ ഷാവോയും പിന്നെ ഷുലാങ്ങിൻ്റെ പ്രൊഫസറും കൂടെ ചേർന്ന് നടത്തിയ ഒരു പ്ലാൻ വെച്ചിട്ട് ഷുലാങ് വീണ്ടും പ്രൊഫസറിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് വളരെ കുറച്ച് ടൈം മാത്രം ഷുലാങ്ങിന് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവൻ്റെ ടീമുമായിട്ട് ചേർന്നിട്ട് ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവൻ്റെ ടീമിലുള്ളവർ ലാബിൽ വർക്ക് ചെയ്യുന്ന ടൈമിന് ഷുലാങ് ആണെങ്കിൽ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട്. അവർ കണ്ടുപിടിച്ച ഒരു സംഭവം ടെസ്റ്റ് വേണ്ടി കൊടുത്തപ്പോൾ പാസ്സായി കിട്ടിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ എവിടെയാണോ എന്താണോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് അത് നമ്മൾ ചെയ്തെടുത്തു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. കാരണം രാത്രിയും പകലും ഇല്ലാതെ എല്ലാവരും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമായിരുന്നു. ഷുലാങ് ഒരു ഹാപ്പി ന്യൂസ് അവൻ്റെ പ്രൊഫസറിനെ വിളിച്ച് പറയുന്നുണ്ട്. ഷുലാങ് ഫാൻ ഷാവരുടെ അടുത്ത് അടുത്ത 3 മാസം കൂടി തനിക്കിട്ട് സമയം തന്നേക്ക്, അതിനുള്ളിൽ താൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർത്തിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷുലാങ് പ്രൊഫസറിനോട് സംസാരിച്ച് കോൾ കട്ടിയുമ്പോഴത്തേക്കും പ്രൊഫസർ ഈ ഒരു കാര്യം ഫാൻ ഷാവനെയും കോൾ ചെയ്ത് പറയുന്നുണ്ട്. ആ സമയം ഫാൻ ഷാവോ ഷുലാങ്ങിന് ഇപ്പോൾ സുഖമാണ്, അവൻ നന്നായിട്ടാണ് ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രൊഫസർ അദ്ദേഹം നന്നായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഫാൻ ഷാവാണെങ്കിൽ ശരി, ഇനി ഷുലാങ് എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലോ നിങ്ങളോട് അവൻ പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവൻ അവൻ്റെ വീട്ടിലോട്ട് പോവുകയാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പ്രൊഫസർ തിരിച്ചു പറയുവാണ്. വീണ്ടും ഷുലാങ്ങിനെയും അവൻ്റെ ടീമിലുള്ളവരെയും കാണിക്കുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇനി സമാധാനമായിട്ട് വീട്ടിൽ പോയിട്ട് ഒന്ന് അടിച്ചു പൊളിക്കണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഷുലാങ്ങിൻ്റെ അടുത്ത് ഇനി നിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഷുലാങ് ആദ്യം എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് തനിക്കാണെങ്കിൽ നന്നായിട്ട് ഉറങ്ങണമെന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും ഓഫീസിൽ നിന്ന് ഷുലാങ്ങിനോട് ബായ് ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഷുലാങ് അതിന് ശേഷം അവൻ്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഒരു ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ടാക്സി വന്നു കഴിയുമ്പോഴത്തേക്ക് വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അവൻ തനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണമെന്നും പറയുന്നുണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ബൈറ്റിങ്, അതായത് ആ ഒരു ക്ലബ്ബിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവരുടെ ഫ്രണ്ടായിട്ട് വന്ന ആ ഒരു പെങ്കൊച്ച്, അവൾക്ക് ഒരു മെസ്സേജ് അയച്ചിട്ട് ഞാനാണെങ്കിൽ നിൻ്റെ വീടിൻ്റെ അതുവഴിയാണ് വരുന്നത്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്കിൽ നമുക്ക് ഒരുമിച്ചൊന്ന് ഫുഡ് കഴിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ അവൾ താമസിക്കുന്ന ഒരു കോളനി ഏരിയയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ മെസ്സേജിന് അവൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ഫോൺ ചെയ്യുവാണ്. പക്ഷെ അപ്പോഴും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവൾ ഏത് റൂമിലാണ് താമസിക്കുന്നത് എന്നൊന്നും കറക്റ്റ് അവൻ അറിയത്തില്ല എന്ന് തോന്നുന്നു. അവനാണെങ്കിൽ തിരിച്ചു പോകാനേ തുടങ്ങാണ്. ആ ടൈമിലാണ് ബൈറ്റിങ്ങിനെ പരിചയമുള്ള ഒരു പെങ്കൊച്ച് വന്നിട്ട് നീ ബൈറ്റിങ്ങിനെ അന്വേഷിച്ച് വന്നതാണോ എന്ന് അവനോട് ചോദിക്കുന്നത്. അവനിപ്പോൾ അതെ, അവൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തനിക്കും അറിയത്തില്ല, അവളെക്കുറിച്ച് ചോദിക്കാനാണ് ഞാനിപ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്നത്. കുറച്ച് ദിവസം മുന്നേ അവൾ ക്ലബ്ബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ കോൾ വന്നതിന് ശേഷം ടെൻഷനായിട്ട് അവൾ വീട്ടിലോട്ട് പോയി. പിന്നെ അവളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. പക്ഷേ അവളുടെ സാധനങ്ങളെല്ലാം ഇപ്പോഴും അവളുടെ റൂമിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് പറയാണ്. ഷുലാങ് അപ്പോൾ ആരാണ് അവളെ വിളിച്ചതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. സ്ട്രേഞ്ച് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു എന്ന് നോക്കുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം സ്ട്രേഞ്ച് ആണെന്ന് അറിയത്തില്ല, പക്ഷേ അവളെ കാണാനായിട്ട് ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയാണ്. അത് ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കത് ആരെന്നൊന്നും അറിയത്തില്ല, പക്ഷേ നല്ല ഹൈറ്റൊക്കെ ഉള്ളൊരു പയ്യനായിരുന്നു എന്ന് പറയാണ്. ആ സമയം ശരി, അവൻ്റെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയാനായിട്ട് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഫീച്ചേഴ്സ് അവനാണെങ്കിൽ സിഗരറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും ലൈറ്റർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവൻ മാച്ച് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സിഗരറ്റ് കത്തിക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഫാൻ ഷാവോ അങ്ങനെ ചെയ്യുന്നൊരു പയ്യനാണ്. അതുകൊണ്ട് തന്നെ അത് കേൾക്കുമ്പോൾ ഫാൻ ഷാവോ ആണ് അതെന്നുള്ള കാര്യം ഷുലാങ്ങിന് മനസ്സിലാക്കാനേ പറ്റുന്നുണ്ട്. പിന്നീട് ഫാൻ ഷാവോനെ കാണിക്കുമ്പോൾ നൈറ്റ് അവൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാണ്. വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഷുലാങ് അവനെയും വെയിറ്റ് ചെയ്ത് ലിവിംഗ് റൂമിൽ ഇരിക്കുന്നതാണ് അവൻ കാണുന്നത്. ഷുലാങ് തൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നു എന്നിങ്ങനെ കരുതിയിട്ട് പെട്ടെന്ന് സന്തോഷത്തിൽ പോയിട്ട് ഇവൻ ഷുലാങ്ങിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഷുലാങ്ങിനെ ഇപ്പോൾ കണ്ടിട്ട് 2-3 മാസത്തേക്ക് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി മിസ് ചെയ്തു. നമ്മൾ സിനിമയ്ക്ക് പോയതും നമ്മൾ ഒരുമിച്ച് പോയ സ്ഥലങ്ങളും ഒക്കെ തന്നെ ഞാനിങ്ങനെ പോയി നോക്കുന്നേ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ വല്ലാണ്ട് മിസ് ചെയ്തു. ഞാൻ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. അതിൽ ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാം, നീ ഇതൊരു ഡിന്നർ കഴിച്ചിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫുഡ് ഉണ്ടാക്കാനായിട്ട് എഴുന്നേറ്റ് പോകാനേ തുടങ്ങാണ്. എന്നാൽ ഷുലാങ് ഫാൻ ഷാവനെ തിരിച്ച് വിളിച്ചിട്ട് ഞാൻ നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനിപ്പോൾ പ്രൊഫസറിൻ്റെ കൂടെ ആ ഒരു പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ എന്നെ ഭീഷണിപ്പെടുത്താനായിട്ട് വേറെ വല്ല വഴി നോക്കിയാണോ നിൽക്കുന്നത്, എന്നെ നിൻ്റെ കൂടെ വീണ്ടും പിടിച്ചു നിർത്താനായിട്ട്. അതുകൊണ്ടാണ് നീ ബൈറ്റിങ്ങിനെ കൊണ്ടുപോയത്. ബൈറ്റിങ് എവിടെയാണ്, നീ എന്തിനാണ് അവളെ മീറ്റ് ചെയ്യാൻ പോയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫാൻ ഷാവോ അപ്പോൾ നീ എന്നെ കാണാനല്ല അവളുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ വീണ്ടും ബൈറ്റിങ്ങിനെ നീ എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്, സത്യം തുറന്ന് പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഫാൻ ഷാവോ അപ്പോൾ നിനക്ക് ഒത്തിരി വീക്ക്നെസ് ഉണ്ട്, നിൻ്റെ അനിയൻ, നിൻ്റെ പ്രൊഫസർ, ബൈറ്റിങ്, അതുകൊണ്ട് തന്നെ നിന്നെ പിടിച്ചേർത്താൻ ഭയങ്കര എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ ദേഷ്യത്തിൽ നീ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഞാൻ അവളെ കൊന്നു, അതിപ്പോൾ നീയായിട്ട് തന്നെ ചോദിച്ച് വാങ്ങിച്ചൊരു കാര്യമാണ്, ഞാൻ അവളെ കൊന്നു കളഞ്ഞു എന്ന് ഇവൻ പറയുന്നുണ്ട്. അതും കൂടെ കേൾക്കുമ്പോൾ ഷുലാങ്ങിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഇവനെ അടിക്കുന്നുണ്ട്. ഇവൻ്റെ ടെമ്പർ തന്നെ തെറ്റിയിട്ട് ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട, നിന്നെ ഒതുക്കാനുള്ള സംഭവം എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് മുമ്പ് ഫാൻ ഷാവോയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അവൻ കളക്ട് ചെയ്ത അവൻ്റെ കമ്പനി നശിപ്പിക്കാനായിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് സംഭവങ്ങളും, അതായത് ഇവൻ്റെ രണ്ടാമത്തെ ചേട്ടനുമായിട്ട് ചേർന്ന് കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവൻ്റെ മൊബൈലിലുണ്ടായിരുന്നു.
വിലാങ് അതെടുത്ത് ഫാൻഷി അവനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതെങ്ങനെ ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മീഡിയയ്ക്കും പോവും, അതുപോലെ തന്നെ കോടതിയിലോട്ടും പോകും, പിന്നെ നിൻ്റെ ആ ഒരു ബിസിനസ് ഉൾപ്പെടെ നിങ്ങളുടെ കുടുംബത്തോടെ തന്നെ കുടുങ്ങുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷി ആക്ച്വലി ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് തന്നെ ഞാനാണ് എൻ്റെ ഫാമിലീനെ ത്രട്ടൺ ചെയ്യാനായിട്ട്, എന്നിപ്പോൾ അത് യൂസ് ചെയ്ത് നീ എന്നെ തന്നെ ഭീഷണിപ്പെടുത്തുവാണല്ലോ എന്ന് തിരിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് അവനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളല്ലേ, അപ്പം നിനക്കാണെങ്കിൽ എൻ്റെ ഈ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്ത് എന്നെ കൊടുക്കാനായിട്ട് പറ്റുമോ, നിന്നെക്കൊണ്ട് അതിന് പറ്റുമോ എന്നൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രൊവോക്ഡായിട്ട് ഷിലാങ്ങിനാണെങ്കിൽ സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ലൈഫിൽ ഒറ്റപ്പെട്ടു പോയ എൻ്റെ അടുത്തേക്ക് എൻ്റെ ലൈഫ് പാർട്ണറായിട്ട് ദൈവം തന്നെ അയച്ച ഒരാളാണ് നീ എന്നാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല, എൻ്റെ ലൈഫിൽ കിട്ടിയൊരു പണിഷ്മെൻറ്റാണ് നീ എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ നീ എന്നെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യരുത്, ഞാൻ ശരിക്കും ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സെൻഡ് ചെയ്ത് കളയും എന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാൻഷിയാവോ പറഞ്ഞ കള്ളത്തരങ്ങളെല്ലാം തന്നെ ഷിലാങ് കണ്ടുപിടിച്ചതും അതിനുശേഷം ഷിലാങ്ങിനെ കൂടെ നിർത്താനായിട്ട് ഫാൻഷിയാവോ ചെയ്ത ഓരോ കാര്യങ്ങളെല്ലാം തന്നെ അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആലോചിച്ചതിന് ശേഷം ഫാൻഷിയാവോ ഷിലാങ്ങിനെ കിസ് ചെയ്യാണ്. നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഷിലാങ്ങിൻ്റെ കൈ പിടിച്ച് ആ ഒരു സെൻഡ് എന്നുള്ള ബട്ടണിൽ ഇവൻ തന്നെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ മൊത്തത്തിൽ മീഡിയയ്ക്കൊക്കെ സെൻഡ് ആവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം ആ ഒരു കേസെല്ലാം തന്നെ അന്വേഷിച്ചിട്ട് ഇവർ ശരിക്കും ഇവരുടെ ഫാമിലിയിലുള്ളൊരു ബിസിനസ്സിൽ കള്ളത്തരം കാണിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഷിലാങ് ഒരു കാറിലിരുന്നിങ്ങനെ പോകുന്ന ടൈമിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് അവന് കൂടുതൽ കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അത് മാറ്റിയിടല്ലേ പാട്ട് വല്ലതും ഇടാവോ എന്നൊക്കെ അവൻ ആവശ്യപ്പെടുന്നുണ്ട്. ഷിലാങ് ഇപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ മീറ്റിങ്ങിനായിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ ഒരു മീറ്റിംഗ് സ്ഥലത്ത് എത്തുന്നുണ്ട്. ഫ്രണ്ട്സുമായിട്ട് കുറേ നേരം സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഷിലാങ് ആണെങ്കിൽ അവൻ്റെ ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. അന്നത്തെ വർക്ക് കഴിയുമ്പോൾ അവനാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു ലേഡീനെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു ലേഡി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എപ്പിസോഡിൽ നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഷിലാങ്ങിൻ്റെ ഫാൻഷിയുടെ രണ്ടാമത്തെ മീറ്റിംഗ് ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഒരു കുഞ്ഞു വാവ താഴേക്ക് ഇങ്ങനെ വീഴുന്ന സമയത്ത് ഇവർ പോയി രക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കുട്ടിയുടെ അമ്മയാണിത്. ഇപ്പോൾ ഈ ഒരു അമ്മയ്ക്ക് ലിവർ ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു കുഞ്ഞു വാവ ഇപ്പോൾ കുറച്ചൊക്കെ വലുതായിട്ടുണ്ട്. അവന് ടിയാൻ എന്നാണ് പേരിട്ടത്. അപ്പോൾ അവൻ്റെ പേര് ഇതാണ്. നിങ്ങളന്ന് അവനെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് ഷിലാങ്, നിങ്ങളിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് ലിവർ ക്യാൻസർ ആണ്, മുമ്പ് എൻ്റെ മകനും കുഞ്ഞായിരുന്ന സമയത്ത് ബ്രെയിൻ ക്യാൻസർ ആയിരുന്നു, പക്ഷേ അവനാണെങ്കിൽ ഈ സർജറി ഒക്കെ നടന്ന് എങ്ങനെയൊക്കെ ഓക്കെ, പക്ഷേ ഞങ്ങളുടെ ഫാമിലിയിലുള്ള മിക്കവർക്കും ഇത് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അത് ലിവർ ക്യാൻസറായി, ഞാൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഷിലാങ്, അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കരുത്, നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഓക്കെ ആവുമെന്ന് പറയുമ്പോൾ, ഇല്ല ഞാനിപ്പോൾ തന്നെ ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയി കഴിഞ്ഞു, അതേനാണ് ഡോക്ടേഴ്സും പറഞ്ഞത്, എനിക്ക് മരിക്കുന്നതിൽ പേടിയില്ല, എന്നാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ടിയാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് അവർ പറയാണ്. അവരെന്നിട്ട് ഷിലാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെനിക്ക് ഒരു ഹെൽപ്പ് ചെയ്യാവോ, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞ് എൻ്റെ മോൻ ഓർഫനേജിലായി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറ്റുമെങ്കിൽ അവനൊന്ന് പോയി നോക്കാവോ, അവൻ നന്നായിട്ടാണ് ഇരിക്കുന്നത്, ഫുഡ് കഴിക്കുന്നുണ്ടോയെന്ന്, എനിക്കറിയാം നിങ്ങൾ ബിസിയാണെന്ന്, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നൊരു കാര്യമാണെന്ന് അറിയാം, എന്നാലും പ്ലീസ് എനിക്ക് നിങ്ങളെ മാത്രമേ വിശ്വാസമുള്ളൂ, ഞാനാണെങ്കിൽ ഫാൻഷി അവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, എന്നാൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്തത്, നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് എനിക്ക് വിശ്വാസമുള്ളത്, എൻ്റെ മകനെ നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിച്ചിട്ട് പോകുന്നതെങ്കിൽ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അവരാണെങ്കിൽ ഇത് പറയുമ്പോൾ നല്ല കരയുന്നുണ്ട്. ആ ടൈം ഷിലാങ് സമാധാനിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, പേടിക്കണ്ട, ഇപ്പോഴത്തെ ഓർഫനേജിലെ സെറ്റപ്പ് എല്ലാം നന്നായിട്ടുള്ളതാണ്, മുമ്പത്തെ പോലെ മോശമല്ല, അതുകൊണ്ട് തന്നെ അവന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്ന്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ടിയാൻ വരുന്നുണ്ട്. അവൻ വരുമ്പോൾ തന്നെ, അല്ല നീ എന്താ ഇവിടെ നിന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനെ നോക്കാനായിട്ട് നിർത്തിയിരിക്കുന്ന ഒരു ലേഡി ഉണ്ട്. ഇവനാണെങ്കിൽ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചു, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡും പിള്ളേരും എല്ലാം തന്നെ ന്യൂ ഇയർ ആയതുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്, ടിയാനെ നോക്കാനായിട്ട് വേറൊരാളെ നിർത്തുവാണെങ്കിൽ നല്ലതായിരിക്കുമെന്നും ആ ഒരു ലേഡി പറയുന്നുണ്ട്. ആ ടൈമിൽ ഇവർ ഓക്കെ എന്നൊക്കെ പറയാണ്. അതേസമയം തന്നെ ഈ ഒരു ടിയാനെ അമ്മയാണെങ്കിൽ ഷിലാങ്ങിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, അങ്കിളിൻ്റെ അടുത്തേക്ക് സംസാരിക്കാനൊക്കെ പറയുന്നുണ്ട്. ആ സമയം ഇങ്ങനെ ഇവർ തമ്മിൽ കോൺവെർസേഷൻ എല്ലാം തന്നെ ഈ ഒരു റൂമിൻ്റെ പുറത്ത് ഹുവ വന്നിരുന്ന് കാണുന്നുണ്ടായിരുന്നു. ഹുവ എന്ന് പറയുന്നത് നമ്മുടെ ഫാൻഷിയുടെ കൂട്ടുകാരനാണ്. ഇപ്പോൾ ഹുവ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഫാൻഷിയാവ് പറഞ്ഞിട്ട് തന്നെയാണ്. അങ്ങനെ ഹുവ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫാൻഷിയാവിനെ കോൾ ചെയ്തിട്ട്, നീ പറയുന്ന പോലെ തന്നെ ഷിലാങ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഷിലാങ് ആ പയ്യനെ അഡോപ്റ്റ് ചെയ്യുമെന്ന് നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഫാൻഷിയാവ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഷിലാങ് അവൻ അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ടിയാനെ ഞാൻ അഡോപ്റ്റ് ചെയ്യും, കാരണം ഷിലാങ് ഞാനിവിടെ രക്ഷിച്ച കുട്ടിയാണ്, അവൻ ഞങ്ങളുടെ കൂടെ മകനാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് ഫാൻഷിയാവിടെ ഇങ്ങനെയുള്ള സംസാരം കേൾക്കുമ്പോൾ ഹുവ ഒന്ന് ഷോക്കായിട്ട്, എനിക്കറിയാന്നുള്ള ഫാൻഷിയാവ് തന്നെയാണോ നീ എങ്ങനെ ഇങ്ങനെ മാറിപ്പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഫാൻഷിയാവ് അതിന് മറുപടി പറയാതെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ന്യൂ ഇയറിൻ്റെ അന്നാണ്. ന്യൂ ഇയറിൻ്റെ അന്ന് നൈറ്റ് തന്നെ ഷിലാങ് ആണെങ്കിൽ വീണ്ടും ടിയാൻ്റെ അമ്മേനെ കാണാനായിട്ട് വരുന്നുണ്ട്. വന്നിട്ട് അവനാണെങ്കിൽ ഒരു പേപ്പേഴ്സൊക്കെയാണ് കൊടുക്കുന്നത്. സംഭവം അവനാണെങ്കിൽ ടിയാനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ് ഫാൻഷാവോയും വിചാരിച്ച പോലെ തന്നെ ഷുലാങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഷുലാങ് ഇവരോട് ഈ ഒരു കാര്യം പറയുമ്പോൾ ഇവർ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. തനിക്കിനി എങ്ങനെ മരിച്ചാലും പ്രശ്നമില്ല, കാരണം എൻ്റെ മകനെ നോക്കാനായിട്ട് ആളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഷുലാങ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം കൂടെ തുറന്ന് പറയാനുണ്ട്. അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ അവനെ അഡോപ്റ്റ് ചെയ്യണോ വേണ്ടേ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് താൻ ഗേ ആണെന്നുള്ള കാര്യം അവൻ തുറന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ടിയാനെ അഫക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് തുറന്ന് പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവരാണെങ്കിൽ അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമേ അല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഈ ഒരു അഡോപ്ഷനിൽ സമ്മതമാണെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഷുലാങ് തിരിച്ച് വീട്ടിലോട്ട് നടന്നു പോകുമ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അവൻ മനസ്സിൽ സ്വയം പറയുന്നുണ്ട്, ഇതിപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞാൻ ഒറ്റയ്ക്കായാലും എന്താ, ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഡംപ്ലിങ്സ് കഴിക്കാതെ തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് തന്നെ അടുത്തുള്ളൊരു ഡംപ്ലിങ് ഷോപ്പിൽ അവൻ കയറുന്നുണ്ട്. കയറിയിട്ട് ഓർഡർ ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴാണ് ആ ഷോപ്പിലെ ഓണറിനെ അവൻ കാണുന്നത്. മറ്റാരുമല്ല, ബൈറ്റിംഗ് ആയിരുന്നു. ഇത്രയും നാൾ അവൾ എവിടെയാണെന്ന് അന്വേഷിച്ച് കിടക്കായിരുന്നു. അന്ന് ഫാൻഷാവൻ അവസാനമായിട്ട് കാണുന്ന സമയത്ത് പോയി ചോദിച്ചപ്പോൾ അവളെ താൻ കൊന്നു എന്നും പറഞ്ഞതാണ്. ഇപ്പോൾ ബൈറ്റിങ്ങിനെ കാണുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവളുമായിട്ട് അവൻ ഇരുന്ന് സംസാരിക്കുന്ന ടൈമിൽ നീ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നൊക്കെ അവളോട് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ആ ക്ലബ്ബിലെ വർക്കൊക്കെ നിർത്തിയിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ മുമ്പ് പരിചയമുള്ള എല്ലാവരോടും കോൺടാക്ട് ചെയ്യാൻ ഒഴിവാക്കി. നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു, എന്നാൽ പറയാൻ പറ്റാതെ പോയി, സോറി എന്ന് പറയുന്നുണ്ട്. ഷുലാങ് ഇപ്പോൾ കുഴപ്പമില്ല, നിൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അല്ല പക്ഷെ പെട്ടെന്ന് എന്താണ് നീ ഇങ്ങോട്ടേക്ക് മാറിയത്, നീ ഇടയ്ക്കൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അതൊക്കെ ഞാനാണെങ്കിൽ പെട്ടെന്ന് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ മാറേണ്ടി വന്നു. ഞാൻ ക്ലബ്ബിൽ വർക്കൊക്കെ നിർത്തിയിട്ട് പോകാനായി നിൽക്കുന്ന സമയം എൻ്റെ ബ്രദറിനെ അച്ഛനെയും വെച്ചിട്ട് അവിടെ എല്ലാവരും വീണ്ടും എന്നെ തിരിച്ചു വിളിക്കാനായിട്ട് ഭീഷണിപ്പെടുത്തി. അന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഹെൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് നീയുമായിട്ട് റീച്ച് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഫാൻഷാവനെ ഓർമ്മ വന്നുകൊണ്ട് ഫാൻഷാവനെ കോൺടാക്ട് ചെയ്തു. ആ സമയം ഫാൻഷാവോ ആ കാര്യമെല്ലാം അവ ഹാൻഡിൽ ചെയ്തോളാം, നീ ആ സമയത്ത് എന്തൊരു വലിയ പ്രോജക്റ്റിൻ്റെ ബാക്കിലാണ്, അതുകൊണ്ട് തന്നെ നിന്നെ ശല്യം ചെയ്യേണ്ടെന്ന് എന്നോട് പറഞ്ഞു. അന്ന് അങ്ങനെ ഫാൻഷാവോ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. എന്നെയാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിപ്പിച്ചു. പക്ഷേ അവിടെ മാറി താമസിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ സമയത്ത് എൻ്റെ ഉണ്ടാകുന്ന സേവിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തത്. ആ ഒരു സമയത്ത് തന്നെ എന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ച ആൾക്കാരൊക്കെ ആയിട്ട് ഫാൻഷാവോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡീൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവരിനി എന്നെ ഒരിക്കലും ശല്യം ചെയ്യാനും വരരുതെന്ന്. അതിനുശേഷം ഫാൻഷാവോയുടെ അടുത്ത് താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു, എന്നാൽ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് പറഞ്ഞേക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയമാണ് ഷുലാങ്ങിന് സത്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഫാൻഷാവോനെ പറ്റി അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം അവസാനമായിട്ട് ഫാൻഷാവനെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ ബൈറ്റിങ്ങിനെ അവൻ എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണല്ലോ ദേഷ്യപ്പെട്ടത്. എന്നാൽ ശരിക്കും ബൈറ്റിങ്ങിനെ അവൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പം മനസ്സിലാക്കുമ്പോഴത്തേക്കും ചെറിയൊരു റിഗ്രറ്റ് എന്തൊക്കെയോ തന്നെ ഷുലാങ്ങിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഷുലാങ് ആണെങ്കിൽ ഇപ്പോൾ ടിയാനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവൻ ഓർഫനേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ടിയാൻ്റെ അടുത്ത് ഇനി നീ കുറച്ച് ദിവസം അങ്കിളിൻ്റെ കൂടെയാണ് നിൽക്കാൻ പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ അമ്മ എവിടെയാണെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇതുപോലെ അമ്മയാണെങ്കിൽ മോന് വേണ്ടിയിട്ട് സ്റ്റാറിനെയൊക്കെ എടുക്കാനായിട്ട് പോയിക്കാം, പക്ഷേ കുറേ ദൂരത്തായിട്ടാണ് പോയിക്കുന്നത്, അതുകൊണ്ട് വരാൻ ലേറ്റാവും, അതുവരെ അങ്കിളിൻ്റെ കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് രണ്ടുപേർക്കും പരസ്പരം കമ്പനി ഉള്ളതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ടാണ് ഷുലാങ് മുന്നോട്ട് പോകുന്നത്. അവന് കഥ പറഞ്ഞു കൊടുത്തും ഒരുമിച്ച് ഫുഡ് കുക്ക് ചെയ്തും അവനെ ക്ലാസ്സിന് കൊണ്ടുപോയിട്ടും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഷുലാങ് ആണെങ്കിൽ മെഡിസിൻ വാങ്ങാനായിട്ട് കടയിലേക്ക് വരാണ്. അവിടെ വന്നിട്ട് അവനാണെങ്കിൽ മെഡിസിൻസ് ഇങ്ങനെ എടുക്കാൻ നിൽക്കുന്ന സമയം അതേ കടയിലോട്ട് തന്നെ ഫാൻഷാവോ വരുന്നുണ്ട്. ആ കടയിൽ അവൻ സ്ഥിരം വരുന്നതാണെന്ന് തോന്നുന്നു, കാരണം അവിടെ വർക്ക് ചെയ്യുന്ന പെങ്കൊച്ചിന് ഫാൻഷാവനെ അറിയാം, ചേട്ടാന്നിങ്ങനെ വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഷുലാങ്ങിന് ഫാൻഷാവനെ കാണാനായിട്ട് പറ്റുന്നില്ലെങ്കിലും സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് ഫാൻഷാവോ അല്ലേ എന്നിങ്ങനെ ഡൗട്ട് അടിച്ച് അവൻ നോക്കുമ്പോഴത്തേക്കും ഫാൻഷാവോ ആണെന്ന് ഇവന് മനസ്സിലാക്കാനേ പറ്റുന്നുണ്ട്. എന്നാൽ ഷുലാങ് ഒരു ഷെൽഫിൻ്റെ അപ്പുറത്തോട്ട് മറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരാളുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഫാൻഷാവോയ്ക്ക് അത് ആരാണെന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഫാൻഷാവോ എന്തിനാണോ വന്നത് ആ ഒരു സംഭവമൊക്കെ എടുത്തുകൊണ്ട് അവൻ പോകുന്നുണ്ട്. ഫാൻഷാവോ പോയി എന്ന് ഉറപ്പ് വന്നതും ഷുലാങ് ആണെങ്കിൽ അവന് ആവശ്യമുള്ള മെഡിസിനൊക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ ബില്ല് പേ ചെയ്തിട്ട് അതും കൊണ്ട് ഇറങ്ങാനേ നിൽക്കുമ്പോൾ എന്തോ സംഭവം എടുക്കാൻ മറന്നു എന്ന് തോന്നുന്നു. ഫാൻഷാവോ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവർ വീണ്ടും കാണുന്നത്. കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ രണ്ടുപേരും ഇമോഷണൽ ആവുന്നുണ്ട്. എന്നാൽ ഷുലാങ് അവൻ ഇമോഷണൽ ആവുന്ന കാര്യം പുറത്ത് കാണിക്കാതെ മറച്ചു വയ്ക്കാനേ ശ്രമിക്കുന്നുണ്ട്. അവിടെ നടന്നു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ഫാൻഷാവോ ഷുലാങ്ങിൻ്റെ കൈ പിടിച്ച് അവനെ തടയുവാണ്. അവനോട് പറയുന്നുണ്ട്, നീ ഇവിടെ മെഡിസിൻ വാങ്ങാനായിട്ട് വന്നതാണോ, ഞാനിപ്പോൾ കാങ്ഡ ഫാർമയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ മെഡിസിൻ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. എന്നാൽ ഷുലാങ് അവൻ്റെ ഒരു വിഷമമെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു മെഡിസിൻ ഭയങ്കര എക്സ്പെൻസീവാണ്, പിന്നെ അതത്ര നല്ലതൊന്നും അല്ലെന്നാണ് ഞാൻ കേട്ടത്, അതുകൊണ്ട് തന്നെ ഞാനത് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. ഷുലാങ് പോകുമ്പോഴത്തേക്കും ഫാൻഷാവോയ്ക്കും ചെറിയൊരു സങ്കടം വരാണ്. പിന്നീട് ഷുലാങ് ആണെങ്കിൽ അടുത്ത ദിവസം ടിയാനെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഇവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആരോ ഒരാൾ എളുപ്പത്തിന് നടക്കാനായിട്ട് കുറേ കല്ലുകൾ അവിടെ അടുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ അവിടെ താമസിക്കുന്ന മറ്റ് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി മഴയത്ത് ഒരു പയ്യൻ വന്ന് ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
പക്ഷേ അത് ഇവിടെ താമസിക്കുന്ന ഒരു പയ്യനല്ല. എനിക്ക് തോന്നുന്നത് ഈ ഏരിയയിൽ താമസിക്കുന്ന ആരോ ഒരാളെ ആ പയ്യൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു പെങ്കൊച്ചാണെന്നാണെന്ന്. അതൊക്കെ തന്നെ ഷുലാങ് പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇതൊക്കെ ചെയ്തത് ഷുലാങ്ങിന് വേണ്ടിയിട്ട് ഫാൻഷിയാവുമായിരുന്നു. എന്നാൽ ഷുലാങ് അതിപ്പോൾ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. ഷുലാങ് പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് നിൽക്കുന്നില്ല. വാ ടിയാൻ ടിയാൻ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പോകുന്ന സമയം ടിയാൻ്റെ അടുത്ത് ഇന്ന് നീ ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരിക്കണം, എനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ടിയാൻ അപ്പോൾ അതിന് അങ്കിളിന് ഫ്രണ്ട്സൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതേപോലെ എനിക്കും ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഷുലാങ് അവൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെയൊക്കെ കൊണ്ട് നേരെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവർ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ടേബിളിൽ ഒരു കപ്പിളായിരുന്നു ഇരിപ്പുണ്ടായിരുന്നത്. അവരിങ്ങനെ റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ ഷുലാങ് ആണെങ്കിൽ അപ്പോൾ തന്നെ ഫാൻഷിയായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെയാണ് ആലോചിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫ്രണ്ട്സ് അവനെ മെനു നോക്കാനായിട്ട് വിളിക്കുമ്പോഴത്തേക്കും അവൻ അതൊക്കെ അങ്ങ് വിട്ടുകളയാണ്. എന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് വെയിറ്ററിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ വെയിറ്റർ വരുമ്പോഴാണ് അത് ആരെന്ന് നോക്കുമ്പോഴത്തേക്കും അത് മറ്റാരുമല്ല ഫാൻഷിയാവ് തന്നെയാണ്. ഫാൻഷിയാവ് ഷുലാങ്ങിനെ നോക്കുന്നുണ്ട്, ഷുലാങ് അവനെ തിരിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരായിട്ടുള്ള പെങ്കൊച്ച് അല്ല എന്താ സംഭവം, ഇത് ആരാ, നിനക്ക് പരിചയമുള്ള ആരെങ്കിലും ആണോ എന്ന് ഷുലാങ്ങിനോട് ചോദിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ അതെ ഇവനെൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെന്ന് ഷുലാങ് നല്ല ധൈര്യമായിട്ട് തുറന്നു പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻ്റെ ആവുന്നത്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഇടുന്നത് വരെ ബൈ.